ഉത്തരേന്ത്യയിൽ നഗരങ്ങളുടെ പേര് മാറ്റുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ പ്രബുദ്ധ മലയാളികൾക്ക് പലപ്പോഴും നെറ്റ് ചുളിയാറുണ്ട്. ഉത്തർപ്രദേശിൽ ഫൈസാബാദിന്റെ പേര് മാറ്റി അയോധ്യയാക്കിയതും അലഹബാദിനെ പ്രയാഗ്രാജാക്കി മാറ്റിയതുമൊക്കെ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിവെച്ചിരുന്നു. എന്നാൽ ഇസ്ലാമിക പേരുകൾ മാറ്റി ഹിന്ദു പേരുകൾ ഒരു രാജ്യത്ത് പുതുതായി ഉയർന്നു വരികയാണ്. അത് ഇന്ത്യയിലല്ല, മറിച്ച് അങ്ങ് പാകിസ്ഥാനിലാണെന്ന് മാത്രം. ഇസ്ലാംപുരയെ കൃഷ്ണനഗറാക്കി മാറ്റി പാകിസ്ഥാൻ തങ്ങളുടെ പൂർവാശ്രമത്തിലേക്ക് നടന്നു തുടങ്ങിയിരിക്കുകയാണ്. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കും തെരുവുകൾക്കും ഇസ്ലാമിക ശൈലിയിലുള്ള പേരുകൾ നൽകുക എന്നത് അവരുടെ ഒരു പതിവായിരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ തങ്ങളുടെ പല സ്ഥലങ്ങൾക്കും പഴയ ഹിന്ദു ഭാരതീയ പേരുകൾ തിരികെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസിന്റെ നേരിട്ടുള്ള അനുമതിയോടെയാണ് ലാഹോറിലെ പഴയ തെരുവുകൾക്കും ഇടനാഴികൾക്കും ഈ പേരുകൾ ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത്. വിഭജനത്തിന് മുൻപുള്ള ചരിത്രം നിലനിർത്തുക എന്ന പേരിലാണ് ഈ മാറ്റം. കേൾക്കുമ്പോൾ കൗതുകം തോന്നാം. ഇസ്ലാംപുര ഇപ്പോൾ കൃഷ്ണനഗർ ആയി മാറി. ബാബരി മസ്ജിദ് ചൌക്ക് ഇനി മുതൽ ജൈൻ മന്ദിർ ചൌക്കാണ്. സുന്നത് നഗർ ശാന്ത് നഗറായും മുസ്തഫാബാദ് ധർമ്മപുരയായും മാറി. മൗലാന സഫർ അലി ഖാൻ ചൌക്കിനെ ലക്ഷ്മി ചൌക്കാക്കി മാറ്റിയ പുതിയ സൈൻ ബോർഡുകൾ ലാഹോറിൽ ഉയർന്നു കഴിഞ്ഞു. ബ്രിട്ടീഷ് പേരുകളായ സർ അഗോ ഖാൻ റോഡിനെ ഡേവിസ് റോഡായും ഫാത്തിമ ജിന്ന റോഡിനെ ക്വീൻസ് റോഡായും അവർ തിരികെ മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഒരു കൃത്രിമ സൃഷ്ടിയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു തനത് ദേശീയ വികാരമോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സ്വന്തം സംസ്കാരമോ ഇല്ല എന്നതാണ് വാസ്തവം. അവിടെ ബലൂജികൾ വേറെയാണ്, പഷ്തൂണുകൾ വേറെയാണ്, സിന്ധികൾക്ക് മറ്റൊരു വികാരമാണ്, POKയിലുള്ളവർക്ക് പാകിസ്ഥാനോട് ഒട്ടും താല്പര്യവുമില്ല. അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക അധിനിവേശം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭാരതീയ സംസ്കാരം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടതുപോലെ പാകിസ്ഥാന്റെ മണ്ണിൽ സംഭവിച്ചിട്ടില്ല. അവരുടെ രക്തത്തിലും മണ്ണിലും ഇപ്പോഴും ഭാരതീയതയുടെ തിരുശേഷിപ്പുകൾ ആഴത്തിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. കാലാകാലങ്ങളായി പാകിസ്ഥാൻ ഭരിച്ച വിവിധ സർക്കാരുകളുടെയും സൈന്യത്തിന്റെയും ഒത്താശയോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ അവർ ക്രൂരമായി വേട്ടയാടി. ആയിരക്കണക്കിന് അമ്പലങ്ങൾ തകർത്തെറിഞ്ഞു. ചരിത്രത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു. എന്നിട്ടും അവിടുത്തെ ഭാരത സംസ്കാരത്തെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ അവരെ കൊണ്ടായില്ല. കാരണം അവർ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നത് അവരുടെ തന്നെ വേരുകളെയാണ്. ആ വേരുകൾ ചെന്ന് നിൽക്കുന്നതാകട്ടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിലുമാണ്. എത്രയൊക്കെ മായ്ക്കാൻ ശ്രമിച്ചാലും ഒടുവിൽ ലാഹോറിലെ തെരുവുകളിൽ കൃഷ്ണനും ലക്ഷ്മിയും അവർക്ക് തന്നെ തിരികെ കൊണ്ടുവരേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇവിടെയാണ് അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം പ്രസക്തമാകുന്നത്. അഖണ്ഡ ഭാരതം എന്നത് വെറുമൊരു സാമ്രാജ്യത്യ മോഹമല്ല, മറിച്ച് ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന സമാനമായ സാംസ്കാരിക ചരിത്ര ഭൂമിശാസ്ത്ര ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും ടിബറ്റും ഭൂട്ടാനും മ്യാൻമറും മലേഷ്യയും ഇന്തോനേഷ്യയും ശ്രീലങ്കയും മാലദ്വീപും ഒക്കെ ഉൾപ്പെട്ടിരുന്ന ഒരൊറ്റ സാംസ്കാരിക ധാരയിൽ ഒഴുകിയിരുന്ന പഴയ ഭാരതവർഷം. ഹിമാലയ മലനിരകൾക്കപ്പുറമുള്ള ചീനാദേശം മാത്രമായിരുന്നു അന്ന് നമുക്കൊരു അന്യ സംസ്കാരം. ഈ സാംസ്കാരിക സത്യം പാകിസ്ഥാന്റെ മണ്ണിൽ ഇപ്പോഴും മരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദൂര ഭാവിയിൽ എന്തെങ്കിലും പാകിസ്ഥാൻ തിരിച്ച് ഭാരതത്തിലേക്ക് ലയിച്ചാൽ നമ്മൾ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഒരു പ്രത്യേക രാജ്യത്തിന് വേണ്ട അസ്തിത്വമോ കെട്ടുറപ്പോ ഇന്നും പാകിസ്ഥാൻ ഇല്ല. സാമ്പത്തികമായും സാമൂഹികമായും തകർന്ന് ഇന്ത്യയിലെ ഒരു ദുർബലമായ സംസ്ഥാനം പോലെ മാത്രമാണ് ആ രാജ്യം ഇന്നും നിലകൊള്ളുന്നത്. തങ്ങളുടെ അസ്തിത്വം എന്താണെന്നറിയാതെ ഉയർന്ന പാകിസ്ഥാൻ ഒടുവിൽ തങ്ങളുടെ യഥാർത്ഥ വേരുകളിലേക്ക് തന്നെ തിരികെ നടക്കാൻ നിർബന്ധിതരാകപ്പെടുകയാണ്. അതെ, പാകിസ്ഥാൻ പൂർവാശ്രമത്തിലേക്ക് നടന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക് മലയാളം.